ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈടുവച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും. കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ചാലിയാർ തീരത്തുനിന്ന് 2 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെടുത്തു. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് തുടങ്ങി. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാനാണ് കേരള ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. അതേസമയം NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടരുന്ന തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് 2 മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് തിരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിടോടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായിട്ടുണ്ട്. 24 വയനാട്. വയനാട് ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹം തിരിച്ചറിയാൻ ബാക്കിയുണ്ടെന്ന് മന്ത്രി കെ രാജൻ. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള 6 കുട്ടികൾ ഒറ്റപ്പെട്ടു പോയെന്ന് മന്ത്രി പറഞ്ഞു. 178 മൃതശരീരങ്ങൾ ഇതിനകം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 53 എണ്ണം ഐഡന്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളാണ്. അങ്ങനെ 53 മൃതശരീരങ്ങളും 203 ബോഡി പാർട്സും ഉൾപ്പെടെ 256 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട DNA ടെസ്റ്റും അതിനനുസൃതമായ വിധത്തിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനയും അതിവേഗത്തിൽ നടന്നു വരികയാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തീവ്രതയുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സഹായം എത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിൽ കേന്ദ്ര സഹായമെന്നാണ് ചട്ടമെന്നും BJPയുടെ വിശദീകരണം. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യസഭാ MP ജോസ് കെ മാണി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തയ്യൽ മെഷീൻ വേണമെന്ന ചൂരൽമല സ്വദേശി രമ്യയുടെ വാക്കുകൾ ഏറ്റെടുത്ത് സുമനസുകൾ. 24 വാർത്ത നൽകിയതിനു പിന്നാലെ തയ്യൽ മെഷീൻ ഉടൻ നൽകാം എന്നറിയിച്ച് നിരവധി ഫോൺ കോളുകളാണ് രമ്യയ്ക്ക് ലഭിച്ചത്. ഇവിടുത്തെ HM സാറ് ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ മെഷീൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോയെന്ന് അറിയില്ല, നിങ്ങൾ ഒന്ന് എടുത്ത് തയ്ച്ചു നോക്കാം. ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ് മെഷീൻ. അത് കുറച്ച് ഓടും, പിന്നെ സ്റ്റക്കാവും, പിന്നെ നൂല് പൊട്ടുക, ബോബിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. ക്യാമ്പിൽ കഴിയുന്നവരെ സഹായിക്കാൻ മനസ്സുണ്ടായിട്ടും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ 24-ലൂടെ രമ്യ പറഞ്ഞു. കേരളം കേട്ടു, ഉടൻ സഹായ പ്രവാഹം. ഒരെണ്ണം ഞങ്ങളിവിടെ അമ്മ യൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു, അത് മോട്ടർ ഉള്ളതാ, വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലൊന്നും പുതിയതും കൂടെ മേടിച്ചു തരാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. മെറിറ്റ് മതി, മെറിറ്റിന്റെ 2 ഹൈ സ്പീഡ് മെഷീൻ. 24-നോടാണ് ഞങ്ങൾക്ക് കടപ്പാട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2 മെഷീനിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം.
അതിന് പ്രത്യേകം നന്ദി. ഒരു 3 ടീം ഞങ്ങളുണ്ട്, അതിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു യൂണിറ്റ് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആരെങ്കിലും ഞങ്ങളോട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി വസ്ത്രങ്ങളാണ് സഹായമായി എത്തുന്നത്. അത് ഷെയ്പ്പ് ചെയ്ത് നൽകുകയാണ് ഇവർ. നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടെന്ന ഉറപ്പ് ചെറുതല്ലാത്ത ആശ്വാസമാണിവിടെ. വിപിൻ സി വിജയൻ, 24 വയനാട്. ഇനി കോഴിക്കോട് വിലങ്ങാട്ടേക്ക്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലയിൽ 4 അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷമാണ് സംഘം ദുരന്ത മേഖലയിൽ എത്തിയത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത്. 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. കൃഷി, റവന്യൂ, പൊതുമരാമത്ത്, KSEB, ജലവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഉരുൾപൊട്ടലിനെ തുടർന്ന് 2 ക്യാമ്പുകളിലായി 200ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നമ്മളെ മിറ്റത്ത് റോഡ് നിറച്ചും മണ്ണും കല്ലും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പേടി ആടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇനി 10-12 മണിയാകുമ്പോഴത്തേന് ഉരുൾ പൊട്ടിയിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങളെ വെള്ളം അങ്ങനെ വരുന്ന കണ്ടുകൊണ്ട് ഓടി വേറൊരു വീട്ടിലേക്ക് കയറി. മേഖലയിൽ മന്ത്രിമാർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടം സംഭവിച്ച വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസ പാക്കേജ് അനിവാര്യമാണ്. എത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാറിൽ അല്പസമയത്തിനകം അടിയന്തര യോഗം ചേരും. ജില്ലാ കളക്ടർ, SP, നേവി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. നാളത്തെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇന്നിപ്പോൾ കർണാടക സർക്കാർ നിലവിലെ പ്രതിസന്ധി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേവിയുടെ പരിശോധന നടക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് ഇനിയുള്ള തീരുമാനം എന്നത് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുമോ? അനുജ, ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം കാർവാറിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗം 6:30-നാണ് തുടങ്ങുക. അതിൽ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് നാളത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പുഴയുടെ അടിയൊഴുക്ക് നിലവിൽ ഇപ്പോൾ നേവി സംഘം ഇന്ന് വൈകിട്ട് പരിശോധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ യോഗത്തിൽ പങ്കുവെക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ വീണ്ടും പുഴയിൽ രാവിലെ പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ അല്പം പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ പ്രതിസന്ധികൾ പറഞ്ഞിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും അടിയൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ തുടരും എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അടിയൊഴുക്ക് വീണ്ടും തുടർച്ചയായി പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. അന്തിമ തീരുമാനം നാളെയായിരിക്കും ഉണ്ടാവുക. ഷിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനായുള്ള നിർണായക യോഗം അല്പസമയത്തിനകം. കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചാരണം ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. എന്നാൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ഡാമിന്റെ സുരക്ഷ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല.
വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ദിവസേന പരിശോധിക്കുന്നുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൌരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി. വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. 24 ഇടുക്കി. തിരുവനന്തപുരത്ത് ആശങ്കയായ അമീബിക് മസ്തിഷ്ക ജ്വരം. ജില്ലയിൽ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ യുവതിക്കാണ് രോഗബാധ. നിലവിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. നെയ്യാറ്റിൻകര കണ്ണറവിളയിലും പേരൂർക്കടയിലും രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു സ്ഥലത്തുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തുന്നത്. നാവായിക്കുളം സ്വദേശി 24 വയസ്സുള്ള യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവ പരിശോധനാ ഫലം ലഭിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യപ്രവർത്തകരോട് പറഞ്ഞു. യുവതി ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ടെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. 24 തിരുവനന്തപുരം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. സെബി മേധാവി മാധവി ബുച്ചിനെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണമാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെന്ന് BJP കുറ്റപ്പെടുത്തി. ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ ഹിൻഡൻബർഗ് വെല്ലുവിളിച്ചു. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികളെന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ മുൻനിർത്തിയാണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദ് അദാനിയുടെ പണത്തിനൊപ്പം ബർമുഡ, മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്ന് ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിന് മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. മാധവി ബുച്ചിൻ സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് വിഷയത്തിലെ BJPയുടെ നിലപാട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കുക എന്നതാണ് ആധികാരികതയില്ലാത്ത വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനമെന്നും BJP കുറ്റപ്പെടുത്തി. तो जो हिंडनबर्ग एंटी इंडिया का फ्रंट बना हुआ है उसकी रिपोर्ट को लेकर कांग्रेस पार्टी हल्ला करती है, तो कांग्रेस पार्टी को हम देश में एक्सपोज करेंगे कि जान करके भारत में आर्थिक अराजकता लाने के लिए कांग्रेस पार्टी पड़ी हुई है. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ. സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയെ കാര്യമായി ബാധിച്ചില്ല. ഇന്നത്തെ വ്യാപാരം അവസാനിച്ചപ്പോൾ ഓഹരി സൂചികകളിൽ കാര്യമായ ചലനം ഉണ്ടായില്ല. അതേസമയം അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഓഹരികൾക്ക് തിരിച്ചടിയേറ്റു. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള 7 കമ്പനികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി ടോട്ടൽ ഗ്യാസിന്റെയും അദാനി വിൽമറിന്റെയും ഓഹരി 4% ഇടിഞ്ഞു.
സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജീവനക്കാരുടെ തമ്മിൽത്തല്ല് ചിത്രീകരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പന്തളത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ദേഹത്ത് തൊടാൻ അവകാശമുണ്ടോ? വീഡിയോ എടുക്കും. മന്ത്രി MP രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിനായി മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോഴാണ് ജീവനക്കാർ തമ്മിലുള്ള ഉന്തും തള്ളും ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചതോടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ജീവനക്കാർ പാഞ്ഞെടുത്തു. ശേഷം ഭീഷണിയും കയ്യേറ്റ ശ്രമവും. ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാതെ. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമല്ലോ. നീ എന്നായാലും വീഡിയോ എടുക്കും. ക്യാമറ തകർക്കുമെന്നും കൈവയ്ക്കുമെന്നും പരസ്യമായി വെല്ലുവിളിച്ചു. സംഘടനാ പ്രതിനിധികളാണ് അനുനയിപ്പിച്ചത്. തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു മടങ്ങുമ്പോഴായിരുന്നു പന്തളത്തെ കയ്യേറ്റ ശ്രമം. സംഘർഷത്തെക്കുറിച്ച് കൈരളി TV റിപ്പോർട്ടർ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഒരു കൂട്ടം പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. മുതിർന്ന നേതാക്കളും പോലീസും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത്. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തോട്ടണ്ടി അഴിമതി കേസിൽ ആരോപണ വിധേയനായ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ രാജിവെക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. R ചന്ദ്രശേഖരൻ INTUC മാർക്സിസ്റ്റ് വിഭാഗമാണെന്ന് ദേശീയ സെക്രട്ടറി KP ഹരിദാസിന്റെ പരിഹാസം. വഖഫ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ്. ബിൽ പിൻവലിക്കണമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർപേഴ്സൺ MK സക്കീർ. പോസ്റ്റ് ഓഫീസ് നിക്ഷേപ തട്ടിപ്പിൽ കൊല്ലത്ത് CPIM പ്രവർത്തക അറസ്റ്റിൽ. CPIM ആശ്രാമം ബ്രാഞ്ച് അംഗം ഉളിയക്കോവിൽ ശൈലജയാണ് പിടിയിലായത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച തുക പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചില്ല. രാജ്യത്ത് ഉപഭോക്തൃ വിലക്കയറ്റം 5 വർഷത്തെ കുറഞ്ഞ നിരക്കിൽ. ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ വീണ്ടും നടപടി. 3 ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല. അപകടത്തിൽപ്പെട്ടത് പശ്ചിമബംഗാൾ സ്വദേശി കാലുദാസ്. തൃശൂർ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ്. 5 വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ. റാന്നി, പെരുന്നാട്, അത്തിക്കയം മേഖലകളിൽ മഴ തുടരുന്നു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തി LDF. CPIMലെ സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായി. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. UDF വിമതനായി ജയിച്ച് LDF പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDFൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി MA കരീമിന് 6 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമായി. മൂന്നാം റൗണ്ടിൽ 5 ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു 14 വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത്. മുന്നണി മര്യാദ ലംഘിച്ചവർ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDFന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിന്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളും. മുന്നണി ധാരണകൾ ലംഘിച്ച കോൺഗ്രസുമായി ഇനി സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു. ഞങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ UDFന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം.
ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടപെടും, മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടും എന്നുള്ള വസ്തുതയാണ്. ഭൂരിപക്ഷമുണ്ടായിട്ടും നഗരസഭാ ഭരണം നഷ്ടമായതും മുന്നണിയിലെ തർക്കവും UDF ജില്ലാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 24 തൊടുപുഴ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനി